കൊരിന്ത്യ സഭയിൽ ധാരാളം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു, ബലഹീനരുണ്ടായിരുന്നു, ആരും ആശ്രയമില്ലാത്തവരുണ്ടായിരുന്നു, എളിയവരുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അങ്ങനെയുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ തൻ്റെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായ ചില പരിശോധനകളെ, കഷ്ടങ്ങളെ, എങ്ങനെയാണ് ആ കഷ്ടത്തിൽ അവർ നിലനിന്നതെന്ന് കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് എഴുതി അറിയിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ മാസിഡോണിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമില്ല, എല്ലാ വിധത്തിലും കഷ്ടം ഇത്രയും ഉണ്ടായിരുന്നു. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി, ഒരു യോദ്ധാവ്, ഒരു ക്രിസ്തീയ ഭടൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ യുദ്ധം, പ്രയാസം, യാതന, പരിശോധന, പരീക്ഷ, തകർച്ച. എന്താണെന്നറിയാമോ? പുറത്ത് യുദ്ധം, അകത്ത് ഭയം. പുറത്ത് നമ്മൾ ചെല്ലുന്ന ഉടനെ നമ്മളെ അധൈര്യപ്പെടുത്തുവാനും നമ്മളെ കീഴ്പ്പെടുത്തുവാനും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇല്ലായ്മകൾ പലതും കെട്ടിച്ചമച്ച് നമുക്കെതിരായി യുദ്ധം ചെയ്യുന്നവർ, എങ്ങനെയെങ്കിലും അകപ്പെടുത്താൻ നോക്കുന്നവർ, എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവർ, നാം അറിയാത്ത ആയുധങ്ങൾ, അറിയാത്തതായ അനേക അപവാദങ്ങൾ, പരിഹാസങ്ങൾ, നിന്ദകൾ ചുമത്തിക്കൊണ്ട്, നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതായ പുറത്തെ മനുഷ്യർ, പുറത്തെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തിന് പുറത്തുള്ള അനുഭവം, അവർക്ക് നമ്മോട് ഒരു കടപ്പാടുമില്ല. നമ്മെ ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. അങ്ങനെ നാം അറിയാത്ത അനേക ആയുധങ്ങൾ അവർ നമുക്കെതിരായി പ്രയോഗിക്കുന്നു. പൗലോസ് അതാണ് പറയുന്നത്, പുറത്ത് യുദ്ധം. താൻ പറയുകയാണ്, എങ്കിലും ആ പുറത്തെ യുദ്ധം ഏതെങ്കിലും രീതിയിൽ അങ്ങ് സമ്മേളിക്കാം, അവരോട് പറഞ്ഞ് നമുക്ക് ജയം നേടാം. എന്നാൽ അകത്ത് വരുമ്പോഴോ, അകത്ത് ഭയം. അതെന്താണ് ഈ അകത്തെ ഭയം? പറയാം. അകത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ അനുഭവത്തിൽ, നമ്മുടെ സ്വന്തം സമൂഹം, നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ സാഹചര്യം. അവിടെ സന്ധ്യയ്ക്ക് നമ്മോടുകൂടെ ഉണ്ടായിരുന്നവർ നേരം വെളുക്കുമ്പോൾ നമ്മോടുകൂടെ കാണത്തില്ല. ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല. ഭാര്യയെ വിശ്വസിക്കാനൊക്കില്ല, കുഞ്ഞുങ്ങളെ വിശ്വസിക്കാനൊക്കില്ല, മാതാപിതാക്കളെ വിശ്വസിക്കാൻ പറ്റില്ല, സഹോദരങ്ങളെ, കൂട്ടുവിശ്വാസികളെ, കൂട്ടുനടത്തിപ്പുകാരെ ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല. എല്ലാവരും നമ്മെ വിട്ട് എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്കൊരു ഊഹവുമില്ല. തനിച്ചാക്കപ്പെടുന്ന അനുഭവം. എന്നാൽ ശാരീരികമായി നമ്മൾ വളരെ ബലഹീനരും. ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, നമുക്കൊരു സപ്പോർട്ട് വേണം, നമുക്കൊരു ധൈര്യം തരുവാൻ ആരെങ്കിലും വേണം, നമ്മോടുകൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളതായ ഒരു ആശ്വാസം നമുക്ക് വേണം. എന്നാൽ നമുക്കത് ലഭിക്കാതെ പോകുമ്പോൾ ആരിൽ നിന്നാണ് ലഭിക്കുന്നത്, ലഭിക്കാത്തത് എവിടെ നിന്നാണ് എന്നുള്ളതായ ഒരു ഭയം നമ്മെ കീഴ്പ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് അതാണ് പറയുന്നത്. പലപ്പോഴും തൻ്റെ ലേഖനത്തിൽ താൻ എഴുതുന്നുണ്ട്, എല്ലാവരും ഞങ്ങളെ വിട്ടോടിപ്പോയി, ഞങ്ങളെ തനിച്ചാക്കി, ഞങ്ങൾ തനിയെ അവിടെ അവശേഷിച്ചു. സ്തോത്രം. മാസിഡോണിയയിലെ അനുഭവം പൗലോസ് എഴുതുകയാണ്, ഞങ്ങൾ വളരെ കഷ്ടത്തിലായിരുന്നു, ജഡത്തിൽ വളരെ ദുഃഖവും രോഗങ്ങളും വേദനയും ഞങ്ങൾ അനുഭവിക്കുന്നു. പുറത്തോട്ട് ഇറങ്ങാൻ കഴിയില്ല. അപവാദവും പരിഹാസവും ഞങ്ങളെ ഒടുക്കിക്കളയുവാൻ നോക്കിയിരിക്കുന്നവർ അകത്ത് വരുമ്പോഴോ ഞങ്ങളോടൊപ്പം ആരുണ്ടെന്ന് നിശ്ചയമില്ലാത്തൊരു ജീവിതം. ഭയമാണ്. കടക്കാരുടെ ഭയം, അല്ലെങ്കിൽ പല രീതിയിലുള്ളതായ ഞെരുക്കങ്ങളുടെ ഭയം, അനേക ശിക്ഷകളുടെ ഭയം, നാളെ നമ്മളെ തൂക്കിലേറ്റുമോ എന്നുള്ളതായ പേടി, ഓരോരോ രീതിയിൽ നമ്മുടെ മേളിൽ കൊണ്ടുവരുന്നതായ കടപ്പാടുകൾ, നമുക്ക് ഏറ്റെടുക്കേണ്ടതായ ഗതികേടുകൾ, കുറ്റങ്ങൾ ഏറ്റെടുക്കേണ്ടതായ ഗതികേടുകൾ, ഭയം നമ്മെ വേട്ടയാടുന്നു. രാത്രിയുടെ യാമത്തിൽ നമ്മോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചവർ രാവിലെ ആകുമ്പോൾ യാത്ര പറഞ്ഞു പോകുന്ന അനുഭവം, തനിച്ചാക്കിയിട്ട്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് 6-ാം വാക്യത്തിൽ ഒരു ധൈര്യത്തിൻ്റെ വാക്ക് നമുക്ക് പറയുകയാണ്.
5-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അധൈര്യങ്ങളുണ്ട്, താഴ്ചകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇല്ലായ്മകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും 6-ാം വാക്യത്തിൽ വരുമ്പോൾ സഭയെ, കൊരിന്ത്യ സഭയെ, കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ആ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവമുണ്ട്. എളിയവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. എളിയവൻ എവിടെയുണ്ടോ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ദൈവമുണ്ട് എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ്. അതിനുശേഷം പൗലോസ് തൻ്റെ സ്വന്തം അനുഭവം പറയുന്നു. ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം തീത്തോസിനെ അയച്ച് ഞങ്ങളെ ആശ്വാസം പകർന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ കഷ്ടങ്ങളിൽ, രോഗങ്ങളിൽ, നിന്റെ താഴ്ചകളിൽ, ഇല്ലായ്മകളിൽ നീ ഒരു എളിയവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണെങ്കിൽ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നത് പോലെ നിനക്ക് വേണ്ടി ദൈവം ചില കരങ്ങളെ നിനക്ക് വേണ്ടി അവിടെ പറഞ്ഞയക്കും. ചില കരങ്ങളുടെ ശക്തി, ചില പ്രവൃത്തികൾ ദൈവം നിന്നെ കാണുമാറാക്കും. ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. ചില കഷ്ടങ്ങളിൽ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ ധൈര്യത്തോടെ നിലനിർത്തുവാൻ, നിനക്ക് ധൈര്യം പകർന്നു തരേണ്ടതിന്, ആശ്വാസം പകർന്നു തരേണ്ടതിന് ചില വ്യക്തിത്വങ്ങളെ ദൈവം അവിടെ മുൻകണ്ട് നിനക്ക് വേണ്ടി പറഞ്ഞയക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാചകം നോക്കൂ. എങ്കിലും എളിയവരെ സഹായിക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. നിനക്ക് ആശ്വാസം പകരുവാൻ ചില വ്യക്തിത്വങ്ങൾ, ചില വഴികൾ, നീ അടഞ്ഞുപോയെന്ന് കണ്ടതായ ചില വഴികൾ ദൈവം അവിടെ പ്രത്യാശയുടെ വഴികൾ, വാതിലുകൾ, കിളിവാതിലുകൾ ഇതാ തുറക്കുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ, ആശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, സൗഖ്യത്തിൻ്റെ പ്രവൃത്തികൾ, ശുശ്രൂഷയുടെ പ്രവൃത്തികൾ ദൈവം നിന്നെ കാണുമാറാക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ട്. എന്തെന്ന് പൗലോസ് പറയുകയാണ്. എന്താണെന്നറിയാമോ? പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിന്നെ ആശ്വസിപ്പിക്കുവാൻ ചില പദ്ധതികൾ, നീ അറിയാത്ത പദ്ധതികൾ, നീ പ്രതീക്ഷിക്കാത്ത പദ്ധതികൾ, നീ ഗ്രഹിച്ചിട്ടില്ലാത്ത വഴികൾ, നീ അറിഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികൾ നിനക്ക് വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെടും. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ചിരിക്കുന്ന, അധികാരപരിധിയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിനക്കൊരു കടമയുണ്ട്, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? നീ എളിയവനായിരിക്കണം, നിന്നെ തന്നെ താഴ്ത്തുന്നവനായിരിക്കണം, താഴ്മയുടെ വഴിയെ തിരഞ്ഞെടുക്കുന്നവനായിരിക്കണം. നീ എളിയവനെന്നും ദൈവത്തിനായി പ്രത്യാശ വച്ചിരിക്കുന്നവനെന്നും ദൈവത്തിന് മനസ്സിലാകുമ്പോൾ, സ്വർഗം കാണുമ്പോൾ, ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അവിടെ ഇതാ ദൈവം അയച്ചിട്ട് ചില വ്യക്തികൾ വരുന്നു, ചില വ്യക്തിത്വങ്ങൾ വരുന്നു, ചില തീത്തോസ്മാർ അവിടെ എത്തുന്നു. എങ്ങനെ എത്തുന്നു? ചില സമൃദ്ധിയുമായി, ചില സഹായവുമായി, ചില ആലോചനകളുമായിട്ട്, നിനക്ക് വേണ്ടി നിന്നെ പോഷിപ്പിക്കുവാൻ ആഹാരവുമായിട്ട്, നിനക്ക് സമ്പത്തുമായിട്ട്, നിന്നെ നിലനിർത്തുവാൻ അവിടെ ചില നാളുകളിൽ ദൈവത്തിൻ്റെ നിഷ്ഠപ്രകാരം അവിടെ ആയിരിക്കുന്ന കാലത്തൊക്കെയും നിനക്ക് സഹായമാകേണ്ടതിന്, ആശ്വാസമാകേണ്ടതിന്, നിന്നോടുകൂടെ ഇരിപ്പാൻ ദൈവം ഇതാ തീത്തോസിനെ പൗലോസിൻ്റെ അടുത്ത് അയച്ചതുപോലെ ചില വ്യക്തികളെ, ചില വഴികളെ, ചില ആശ്വാസ കാര്യങ്ങളെ, ചില കടഭാരങ്ങളിൽ നിന്നുള്ള വിടുതലുകളെ, ചില ചോദ്യങ്ങൾക്ക് മറുപടികളെ, അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നതായ ചില വിഷയങ്ങളുടെ സാധ്യതകൾക്ക് ഇതാ ദൈവം വഴി തുറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ എളിയവനെങ്കിൽ നിന്നെ സഹായിക്കുവാൻ ചിലരെ ദൈവം കരുതിയിട്ടുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എളിയവനാണോ? നീ അധൈര്യപ്പെട്ടു പോകരുത്. യുദ്ധമുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, അനേകർ നിന്നെ വിട്ട് ഓടിപ്പോകും. എങ്കിലും ഭാരപ്പെടേണ്ട, ദൈവം നിന്നെ സഹായിക്കുന്നവനാണ്. ഗോഡ് ബ്ലെസ് യു.